ഇന്നലെ നടന്ന ബെൽജിയം വേഴ്സസ് സ്പെയിൻ മത്സരത്തിലെ ഈ ഒരു ഹാൻഡ്ബോളിന്റെ ഒരു വിവാദമാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഹാൻഡ്ബോൾ അല്ലേ, അതെന്താ ഹാൻഡ് കൊടുക്കാഞ്ഞത്, ഇതിപ്പോ അർജന്റീന ആയിരുന്നെങ്കിൽ കോൺട്രവേഴ്സി ആയേനല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഒരു പക്ഷേ ശരിയാണ്, അർജന്റീന ആയിരുന്നെങ്കിൽ ഇത് കോൺട്രവേഴ്സി ആയേനെ. കാരണം കോൺട്രവേഴ്സി പേറുക എന്നുള്ള ഒരു സംഗതി ഇപ്പൊ അർജന്റീനയുടെ ചുമരിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോ എനിക്ക് പറയാനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇത് ഹാൻഡ്ബോൾ അല്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോ സ്പെയിൻ ആയാലും റോഡ്രി ആയാലും, സ്പെയിന് പകരം അർജന്റീന ആയാലും റോഡ്രിക്ക് പകരം ഇപ്പൊ റൊമേറോയോ മാർട്ടിനോസോ ടെവന്റിയോ ആരായാലും, സോ ഇത് ഹാൻഡ്ബോൾ അല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഹാൻഡ്ബോൾ അല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, പഴയതുപോലെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിസിൽ ചെയ്യുന്ന പരിപാടിയൊന്നും ഇപ്പൊ ഇല്ല. അത് പണ്ടായിരുന്നു, വെറുതെ കൈ കൊണ്ടാലും ഹാൻഡ്, ആ ഒരു പരിപാടി. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല, ടോട്ടലി പോസിബിലിറ്റീസ് നോക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്ക് ഇപ്പം എന്താ പറയാ, ലീഗുകളൊക്കെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ പ്രീമിയർ ലീഗ് ആവട്ടെ, ലാ ലീഗ് ആവട്ടെ, അങ്ങനെ ഇപ്പൊ യൂറോപ്യൻ ലീഗുകളായാലും പോട്ടെ, നമ്മുടെ ISL ആണെങ്കിൽ കൂടെ ഡെയിലി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, പഴയതുപോലെ ചുമ്മാ ഒന്നും ഹാൻഡ് വിളിക്കില്ല. അപ്പം പണ്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ വെറുതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കാർഡ് എടുക്കുകയും വിസിൽ ചെയ്യുകയും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 2002 വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അതായത് ബ്രസീൽ അവസാനമായി വേൾഡ് കപ്പ് അടിച്ച വേൾഡ് കപ്പ്, അതിന്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ കിട്ടി. ഞാൻ അത് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇംഗ്ലണ്ട് വേഴ്സസ് ബ്രസീലിന്റെ ക്വാർട്ടർ ഫൈനൽ ആണെന്ന് തോന്നുന്നു. അന്ന് അതില് റൊണാൾഡീനിയോ ഭയങ്കര ഫോമായിട്ട് കളിച്ചോണ്ടിരിക്കുക. ഒരു ഫ്രീ കിക്ക് ഒക്കെ എടുത്ത് ഗോളൊക്കെ ഇട്ടതിന് ശേഷം പുള്ളി പെട്ടെന്ന് വന്നിട്ട് പുള്ളി അറിയാതെ ഒരു സ്റ്റഡ് ചെയ്യുന്നുണ്ട്. ഒരു ചവിട്ടാണ്, പുള്ളി കാല് വെച്ച് നേരെ വന്ന് ലാൻഡ് ചെയ്തത് ഓപ്പോസിറ്റ് പ്ലെയറിന്റെ കാലിലായി പോയി. റൊണാൾഡീനിയോ വന്നിട്ട് പെട്ടെന്ന് കാല് വലിക്കുന്നുണ്ട്, അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പിടിച്ച് എണ്ണീപ്പിക്കുന്നുണ്ട്, റഫറിയോട് സോറി പറയുന്നുണ്ട്. പക്ഷെ ആ സ്പോട്ടിൽ ഇതിനേക്കാളൊക്കെ പെട്ടെന്ന് റഫറിയോട് ഓടി കൊണ്ടൊന്ന് റെഡും കാണിക്കുക. അപ്പോൾ സെമി ഫൈനലിൽ റൊണാൾഡീനിയോക്ക് മിസ് ആവുന്നുണ്ട്. ക്വാർട്ടറിൽ നേരെ വന്നിട്ട് റെഡ് കാർഡ് അങ്ങ് കാണിക്കുക. ഒരു സംസാരമോ എക്സ്ക്യൂസും ഇല്ല, ഡയറക്റ്റ് റെഡ് കാർഡാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ പഴയതുപോലെ അങ്ങനെയുള്ള ഏർപ്പാടൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ ഇത് ഹാൻഡ്ബോൾ അല്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, നമ്മൾ ഒന്ന് ബോൾ പൊസിഷൻ നോക്കും. ഇപ്പോ ആ ഹെഡ് ചെയ്ത സമയത്ത് റോഡ്രിയുടെ കയ്യിൽ ആ ബോൾ തട്ടിയത് കൊണ്ട് ബെൽജിയത്തിന് ഒരു ഗോൾ ചാൻസ് മിസ്സാകുന്നു, അല്ലെങ്കിൽ ബെൽജിയത്തിന് ആ ബോൾ വിൻ ചെയ്യാനുള്ള ഒരു അവസരം മിസ്സാകുന്നു എന്നൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അത് ഹാൻഡ്ബോൾ വിളിക്കുമായിരുന്നു. അത് ഹാൻഡ്ബോൾ ആണ്. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. ലുക്കാക്കോ ഒരുപാട് പുറകിലാണുള്ളത്, റോഡ്രിക്കും അപ്പുറ സൈഡിലാണുള്ളത്. അതും ഗോൾ മുഖത്തോട്ട് ഇങ്ങനെ ആഞ്ഞു നിൽക്കുന്ന ഒരു ലുക്കാക്കു ആണുള്ളത്. അപ്പോൾ എന്തായാലും ലുക്കാക്കുവിന് ആ ബോളിൽ വിൻ ചെയ്യാൻ യാതൊരു പോസിബിലിറ്റിയും ആ ഏരിയയിൽ ഇല്ല. പിന്നെ ബാക്കിൽ നിന്ന് ആരെങ്കിലും കൗണ്ടറിന് ഓടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ലോങ് ഷൂട്ട് എടുക്കാൻ വേണ്ടി ആരെങ്കിലും ഓടി വരുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അത് ഹാൻഡ്ബോൾ വിളിക്കാമായിരുന്നു. കാരണം അവിടെ ഗോൾ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബോൾ വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അത് ഹാൻഡ്ബോൾ ആയിട്ട് കൂട്ടാമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. ഓൾറെഡി ക്ലിയർ ചെയ്ത ബോളാണ്. ആ ക്ലിയർ ചെയ്ത ബോൾ റോഡ്രിയുടെ കയ്യിൽ കൊണ്ടതുകൊണ്ട് അവിടെ ഹാൻഡ്ബോൾ ഒരിക്കലും വിളിക്കില്ല. അപ്പൊ ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കഴിഞ്ഞ മൊറോക്കോ വേഴ്സസ് ഫ്രാൻസ് മത്സരത്തിൽ സംഭവിച്ചത്. റാബിയോട്ടിന്റെ കയ്യിൽ ആ ബോൾ കൊള്ളുമ്പോൾ ഫസ്റ്റ് ടച്ച് റാബിയോട്ടിന്റെ തന്നെയാണ്. അവിടെ റാബിയോട്ടിന്റെ ബോഡിയോട് ചേർന്നിട്ടാണ് ഈ കൈ ഇരിക്കുന്നത്. ആ കയ്യിലേക്കാണ് വന്ന് ബോൾ കൊള്ളുന്നത്. സോ ആ ബോൾ കയ്യിൽ കൊണ്ടില്ല എന്നിരിക്കട്ടെ, കൈ താഴെയാണെന്നിരിക്കട്ടെ, ആ ബോൾ റാബിയോട്ടിന്റെ വയറ്റത്തോ അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയും തന്നെ കൊള്ളേണ്ട ഒരു ബോളാണ്. അത് കൊണ്ടിരുന്നാലും റാബിയോട്ടിന്റെ മുന്നിലേക്ക് തന്നെ ആ ബോൾ വീഴത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പോസിബിലിറ്റി, അതായത് മൊറോക്കൻ പ്ലെയറിന് ആ ബോൾ വിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നും അവിടെ കിടപ്പില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഹാൻഡ്ബോൾ അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മള് വെറുതെ കയ്യിൽ കൊണ്ടാൽ ഹാൻഡ് വിളിക്കാറില്ല, അത്രേ ഉള്ളൂ സംഭവം. സോ ഇത് ഹാൻഡ് അല്ല. റഫറിയുടെ തീരുമാനം അത് കറക്റ്റ് ആയിരുന്നു. നടക്കാറുണ്ട്, ഒരുപാട് റഫറി മിസ്റ്റേക്കുകൾ നടക്കാറുണ്ട്. ഇപ്പം ഈവൻ ഞാൻ പറയാലോ, ഇപ്പൊ ഒരു വാറൊക്കെ ഉള്ള സമയത്ത് പോലും റഫറിമാർക്ക് മിസ്റ്റേക്ക് നടക്കുന്നു എന്നുള്ളത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ എല്ലാം കോൺട്രവേഴ്സി എന്ന് പറയാതെ റഫറി മിസ്റ്റേക്കിനെ കൂടി മനസ്സിലാക്കുക. നമുക്ക് അതേപറ്റി വേറൊരു വീഡിയോ ചെയ്യാം. താങ്ക് യു.